രാമായണ മാസം 28-ാം ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവണശരമേറ്റ് മുറിവ് പറ്റിയ ലക്ഷ്മണനെയും വാനര രാജാവായ സുഗ്രീവനെയും നീലൻ തുടങ്ങിയവരെയും സിദ്ധൌഷധങ്ങൾ നൽകി രക്ഷിച്ചു. രാവണൻ തന്റെ സഭയിൽ ഭൃത്യന്മാരോട് തന്റെ ദുഃഖങ്ങൾ വിശദീകരിച്ചു. നമ്മുടെ വീര്യം, ബലം, കീർത്തി, നന്മ, ധനം, പൗരുഷം തുടങ്ങിയവ മാത്രമല്ല, പുണ്യവും അവസാനിച്ചു എന്ന് തോന്നുന്നു. ബ്രഹ്മാവ്, അനാരണ്യ രാജാവ്, വേദവതി, മഹാനായ നന്ദികേശൻ, രംഭ, നളഗോപരൻ, ഇന്ദ്രൻ തുടങ്ങിയ ദേവന്മാർ, അഗസ്ത്യൻ തുടങ്ങിയ മുനികൾ, ശ്രീപാർവതി, തപോനിഷ്ഠരും പതിവ്രതകളുമായ സ്ത്രീകൾ, ഇവരെല്ലാം എന്റെ മേൽ ചൊരിഞ്ഞ ശാപവാക്കുകൾ നിഷ്ഫലമാവുകയില്ല. ഇനി നമുക്ക് വിജയിക്കുവാൻ എന്താണ് നല്ല മാർഗമെന്ന് നിങ്ങൾ ആലോചിച്ച് പറയുവിൻ. ഒട്ടും താമസിക്കാതെ നിങ്ങൾ പോയി ശിവന് തുല്യനായ കുംഭകർണനെ ഉണർത്തുക. അവന്റെ ഉറക്കം തുടങ്ങിയാൽ പിന്നെ 6 മാസം കഴിഞ്ഞേ ഉണരുകയുള്ളൂ. ഇപ്പോൾ ഉറങ്ങിയിട്ട് 9 ദിവസമേ ആയിട്ടുള്ളൂ. നിങ്ങൾ ചെന്ന് എങ്ങനെയെങ്കിലും അവനെ ഉണർത്തുവിൻ. രാക്ഷസ രാജാവായ രാവണന്റെ കൽപ്പനയനുസരിച്ച് രാക്ഷസന്മാർ കുംഭകർണനെ ഉണർത്താൻ ശ്രമം തുടങ്ങി. ആനകദുന്ദുവി തുടങ്ങിയ വാദ്യങ്ങളോടുകൂടി ആന, കുതിര, തേര്, കാലാൾപ്പട എന്നീ ചതുരംഗപ്പടയും കുംഭകർണന്റെ മാറിലൂടെ പാഞ്ഞു നടന്ന് ആർത്തി വിളിച്ചുണ്ടാക്കിയ കോലാഹലത്താൽ ലോകമാകെ വിറച്ചു. 1000 കുടം വെള്ളം കൊണ്ടുവന്ന് കുംഭകർണന്റെ ചെവിയിൽ ഒഴിച്ചു. മൂക്കിനകത്തെ രോമങ്ങൾ ആനകളെ കൊണ്ട് പിഴുതെടുക്കുമ്പോൾ തുമ്പിക്കൈ മുറിഞ്ഞ ആനകൾ അലറി വിളിച്ചു. എന്നിട്ട് ദേവവൈരിയായ കുംഭകർണന് അനക്കമുണ്ടായില്ല. ഒടുവിൽ കോട്ടുവായിട്ട് കൊണ്ട് കുംഭകർണൻ ഉണർന്നപ്പോൾ രാക്ഷസന്മാർ സംഭ്രമത്തോടെ ഓടി. 1000 കുടം മദ്യം, 1000 കുടം രക്തം, കുന്നുപോലെ കൂട്ടിയിട്ടിരിക്കുന്ന രുചികരമായ ഭക്ഷണപദാർത്ഥങ്ങൾ എന്നിവ മുമ്പിൽ കണ്ട് സന്തോഷത്തോടെ കുംഭകർണൻ എഴുന്നേറ്റിരുന്നു. പച്ചമാംസങ്ങളും മറ്റ് ആഹാര പദാർത്ഥങ്ങളും കഴിച്ച് കൈയും മുഖവും ശുദ്ധമാക്കി സന്തുഷ്ടനായിരിക്കുമ്പോൾ ഭൃത്യന്മാർ അടുത്തു ചെന്ന് വണങ്ങിയതിനു ശേഷം കാര്യങ്ങളെല്ലാം അറിയിച്ചു. തന്നെ ഉണർത്തിയ കാര്യം അവരിൽ നിന്നറിഞ്ഞ എങ്കിൽ ഞാൻ ഇപ്പോൾ തന്നെ പോയി ശത്രുക്കളെ വധിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് പുറപ്പെടാൻ തുടങ്ങിയ കുംഭകർണനോട് മഹോദരൻ പറഞ്ഞു, ജ്യേഷ്ഠനെ കണ്ട് തൊഴുത് യാത്രാനുമതി വാങ്ങി സന്തോഷത്തോടെ പോകുന്നതാണ് നല്ലത്. കുംഭകർണൻ ജ്യേഷ്ഠനായ രാവണന്റെ അടുത്ത് ചെന്ന് വണങ്ങി. അനുജനെ സന്തോഷത്തോടെ ഗാഠമായി ആലിംഗനം ചെയ്ത് അരികത്തിരുത്തിയിട്ട് രാവണൻ പറഞ്ഞു, കാര്യങ്ങളെല്ലാം സംഭവിച്ചത് ഞാൻ കരുതിയതുപോലെയല്ല. എല്ലാം ഞാൻ പറയാം, കേൾക്കൂ. നമ്മുടെ സഹോദരിയുടെ മൂക്കും മുലകളും മുറിച്ചതിന് ഞാൻ രാമലക്ഷ്മണന്മാരറിയാതെ സീതയെ പിടിച്ചുകൊണ്ടുവന്ന് നമ്മുടെ ഉദ്യാനത്തിൽ ഇരുത്തി. അവൻ കടലിൽ ചിറകെട്ടി. വാനര സൈന്യവുമായി വന്നെത്തിയ പ്രഹസ്തൻ മുതലായവരെ കൊന്നു. എന്നെയും എഴുതുമുറിവേൽപ്പിച്ച് കൊല്ലാതെ കൊന്നയച്ചു. അത് നിമിത്തമുള്ള ദുഃഖപരിഹാരത്തിനാണ് ഞാൻ നിന്നെ ഉണർത്തിയത്. രാമലക്ഷ്മണന്മാരെയും വാനരന്മാരെയും കൊന്നു നീ എന്നെ രക്ഷിക്കണം. രാവണന്റെ വാക്കുകൾ കേട്ടിട്ട് കുംഭകർണൻ പറഞ്ഞു, കൊള്ളാം, വളരെ നന്നായി. നല്ലത് ചെയ്യുന്നവനെ നല്ലത് വരൂ. നല്ലതും ചീത്തയും തിരിച്ചറിയാൻ കഴിവില്ലാത്തവൻ അറിവുള്ളവർ പറയുന്നത് കേൾക്കുന്നതാണ് നല്ലത്. അല്ലാത്തവർക്ക് എങ്ങനെയാണ് നല്ലത് വരുന്നത്? സീതയെ രാമന് നൽകണമെന്ന് സഹോദരനായ വിഭീഷണൻ നിന്നോട് പറഞ്ഞു. അത് കേട്ട് ക്രുദ്ധനായ നീ അവനെ നാട്ടിൽ നിന്ന് ആട്ടി ഓടിച്ചു. അത് നല്ലതിനാണോ എന്ന് നീ ആലോചിച്ചു നോക്കൂ. അതോടെ നാട്ടിൽ നിന്ന് സദ്ഗുണങ്ങളെല്ലാം അകന്നുപോയി. കാലം നല്ലതല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അതിന് ആരെയും കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. ആപത്തുണ്ടാകുമ്പോൾ ഒരുത്തർക്കും നല്ലത് ചെയ്യാൻ കഴിയുകയില്ല. കാലദേശാവസ്ഥകൾ, നയങ്ങൾ, ഓരോന്നിന്റെയും മൂലകാരണങ്ങൾ, ശത്രുക്കളുടെ കാലം, വീര്യം, ശത്രുക്കൾ, മിത്രങ്ങൾ, മധ്യസ്ഥരുടെ അഭിപ്രായം, സമ്പത്ത്, പൗരുഷം, സാമധാനങ്ങൾ തുടങ്ങിയ 4 ഉപായങ്ങൾ, സന്യവിഗ്രഹാദി 6 നയങ്ങൾ, ഭാവി കാര്യങ്ങൾ മുതലായവയെല്ലാം ആലോചിച്ച് ഹിതകരമായ കാര്യങ്ങൾ ഉപദേശിക്കുന്ന മന്ത്രിയുണ്ടെങ്കിൽ ഭരണകർത്താവിന് സുഖവും കീർത്തിയും വർദ്ധിക്കും. ഇങ്ങനെയുള്ള ഉത്തമരായ മന്ത്രിമാരുടെ ധർമ്മം ഉപേക്ഷിച്ചിട്ട് രാജാവിന് ഇഷ്ടമായത് മാത്രം മനസ്സിലാക്കി കാതിനിമ്പം നൽകുന്ന കാര്യങ്ങൾ മാത്രം ഉപദേശിച്ച് വംശനാശം വരുത്തുവാൻ സഹായിക്കുന്ന മൂഢരായ മന്ത്രിമാരെക്കാൾ നല്ലത് കാളകൂട വിഷമാണെന്ന് പറയാറുണ്ട്. വിഷം കഴിക്കുന്നവന് മാത്രമേ നാശമുണ്ടാകൂ. എന്നാൽ മൂഢന്മാരായ മന്ത്രിമാരുടെ ദുരുപദേശമാകുന്ന വിഷം കഴിക്കുന്ന ഭരണാധികാരിയുടെ നാടും ജീവനും സ്വന്തം വംശവും കൂടി നശിച്ചു പോകും. നമ്മുടെ വംശത്തിനും നല്ല രാജ്യത്തിനും ഉന്മൂലനാശം വരുത്തുവാനാണ് അങ്ങേക്ക് സീതയിൽ ആശയുണ്ടായതെന്ന് ഞാൻ അറിഞ്ഞു. അറിവുള്ള ജനങ്ങൾ ശ്രീരാമനെ ഭജിച്ച് ദുഃഖകരമായ സംസാരസാഗരം തരണം ചെയ്ത് രാമപാദങ്ങളെ പ്രാപിച്ച് സങ്കടമോചനം കൈവരിക്കുന്നു. തത്വജ്ഞന്മാർ നിരന്തരം രാമനെ ധ്യാനിച്ച് രാമകഥകൾ പറഞ്ഞ് രാമനാമം ജപിച്ച് ആത്മസാക്ഷാത്കാരം നേടി വിഷ്ണു സായുജ്യം പ്രാപിച്ച് ശാശ്വതാനന്ദത്തിൽ ലയിക്കുന്നു. അങ്ങും ഈ മായാമോഹങ്ങളെല്ലാം കളഞ്ഞ് ആനന്ദമൂർത്തിയായ രാമനെ ഭജിക്കുക. കുംഭകർണന്റെ വാക്കുകൾ കേട്ട് ക്രുദ്ധനായ രാവണൻ പറഞ്ഞു, നിന്നെ ഉണർത്തി ഇവിടെ വരുത്തിയത് നിന്റെ ജ്ഞാനോപദേശം കേൾക്കാനല്ല. ഇനി നീ പോയി സുഖമായി ഉറങ്ങിക്കൊള്ളുക. നീ മഹാബുദ്ധിമാനാണെന്ന് ഇന്നെനിക്ക് മനസ്സിലായി. എന്റെ വിഷമമെല്ലാം മാറി സുഖമായി കഴിയുമ്പോൾ നിന്റെ വേദോപദേശങ്ങൾ ഞാൻ കേട്ടുകൊള്ളാം.
കഴിയുമെങ്കിൽ ചെന്ന് യുദ്ധം ചെയ്ത് രാമാദികളെ വധിച്ചിട്ട് വരിക. കുംഭകർണൻ ജ്യേഷ്ഠന്റെ വാക്കുകൾ കേട്ട് സംഭ്രമമില്ലാതെ അവിടം വിട്ടു. യുദ്ധത്തിൽ രാമശരമേറ്റു മരിച്ചാൽ മോക്ഷം ലഭിക്കുമെന്ന് കുംഭകർണൻ വിചാരിച്ചു. അനന്തരം കോട്ടവാതിൽ കടന്ന് ഹിമാലയ തുല്യമായ രൂപത്തോടു കൂടിയ കുംഭകർണൻ അലറി വിളിച്ചുകൊണ്ട് 1000 ഭാരമുള്ള ശൂലവുമേന്തി വളരെ വേഗം വാനരസേനയെ ആക്രമിച്ചപ്പോൾ അവരെല്ലാം ഭയന്നോടി. കുംഭകർണന്റെ വരവ് കണ്ട് ദുഃഖത്തോടും പരിഭ്രമത്തോടും കൂടി വിഭീഷണനോട് ആകാശത്തോളം പൊക്കമുള്ള ശക്തനായ ഈ രാക്ഷസൻ ആരാണെന്ന് ചോദിച്ചു. വിഭീഷണൻ പറഞ്ഞു, രാവണന്റെ അനുജനും എന്റെ ജ്യേഷ്ഠനും ശക്തനും ബുദ്ധിമാനുമായ കുംഭകർണനാണിവൻ. നിദ്രാവശനായി പോയി ഇവൻ ദേവന്മാരുടെ കാലനാണ്. ഇവനെ എതിർത്ത് തോൽപ്പിക്കാൻ ആർക്കും കഴിയുകയില്ല. കുംഭകർണന്റെ വിവരങ്ങളെല്ലാം ശ്രീരാമനെ അറിയിച്ചതിനു ശേഷം വിഭീഷണൻ പോയി ജ്യേഷ്ഠന്റെ കാൽക്കൽ വീണ് നമസ്കരിച്ചു. അങ്ങയുടെ ഭക്തനായ വിഭീഷണനാണ് ഞാൻ. അങ്ങ് സസന്തോഷം എന്നെ അനുഗ്രഹിക്കണം. സീതയെ ശ്രീരാമചന്ദ്രന് നൽകണമെന്ന് ഞാൻ പലതവണ ആദരവോടെ ജ്യേഷ്ഠനോട് പറഞ്ഞു. എന്നെ കൊല്ലാൻ കോപത്തോടെ വാളെടുത്തപ്പോൾ 4 മന്ത്രിമാരുമായി വന്ന് ഞാൻ ശ്രീരാമനെ അഭയം പ്രാപിച്ചു. വിഭീഷണന്റെ വാക്കുകൾ കേട്ട് സന്തുഷ്ടനായ കുംഭകർണൻ അനുജനെ പുണർന്ന് തലോടിക്കൊണ്ട് പറഞ്ഞു, നീ ധന്യനാണ്, സംശയമൊട്ടുമില്ല. നീ ദീർഘകാലം ഭൂമിയിൽ ജീവിച്ചിരിക്കുക. ശ്രീരാമന്റെ പാദാംബുജം സേവിച്ചുകൊണ്ട് നമ്മുടെ വംശത്തെ രക്ഷിക്കുക. നീ നിർമ്മലനായ വിഷ്ണുഭക്തനും നാരായണപ്രിയനുമാണെന്ന് നാരദ മഹർഷി പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട്. ഈ പ്രപഞ്ചം മായാമയമാണ്. നീ പോയി ശ്രീരാമനെ സേവിച്ച് വസിക്കുക. വിഭീഷണൻ ജ്യേഷ്ഠനെ വണങ്ങിയതിനു ശേഷം ദുഃഖത്തോടെ കണ്ണീർ പൊഴിച്ചുകൊണ്ട് മടങ്ങിപ്പോയി. ശ്രീരാമന്റെ സമീപത്തെത്തിയ വിഭീഷണൻ ചിന്താപരവശനായി നിൽക്കുമ്പോൾ കുംഭകർണൻ കോപത്തോടെ കൈകാലുകൾ കൊണ്ട് വാനരന്മാരെ കൊന്നു തുടങ്ങി. വാനരന്മാർ പേടിച്ച് നാനാദിക്കുകളിലേക്ക് ഓടി. കുംഭകർണൻ വമ്പൻ കൊലയാനെ പോലെ 100,000 വാനരന്മാരെ വധിച്ചു. അത് കണ്ട് മർക്കടരാജനായ സുഗ്രീവൻ ഒരു വലിയ മല കുത്തിയെടുത്ത് കുംഭകർണന്റെ നേരെ എറിഞ്ഞു. അത് മാറുകൊണ്ട് തടുത്തിട്ട് കുംഭകർണൻ ശൂലം കൊണ്ട് സുഗ്രീവനെ കുത്തി. കുത്തേറ്റ് ഭയപ്പെട്ട സുഗ്രീവൻ ബോധരഹിതനായി വീണു. കുംഭകർണൻ വേഗം സുഗ്രീവനെയും എടുത്തുകൊണ്ട് യുദ്ധത്തിൽ ജയിച്ച് സന്തോഷത്തോടെ പോകുമ്പോൾ രാക്ഷസ സ്ത്രീകൾ മാളിക മുകളിൽ കയറി നിന്നുകൊണ്ട് കുംഭകർണന്റെ ക്ഷീണമകറ്റാനായി പനിനീരിൽ മുക്കിയ മാലകളും കളഭവും താഴേക്ക് തൂകി. അവ ശരീരത്തിൽ വീണപ്പോൾ ബോധം തെളിഞ്ഞ സുഗ്രീവൻ പല്ലും നഖവും കൊണ്ട് കുംഭകർണന്റെ മൂക്കും ചെവികളും കീറി മുറിച്ചിട്ട് വേഗം ആകാശത്തിലേക്ക് കുതിച്ചു ചാടി മടങ്ങിപ്പോന്നു. മാനക്കേടുണ്ടായതിൽ ക്രുദ്ധനും പ്രീതനുമായ കുംഭകർണൻ രഥാഭിഷക്തനായി വീണ്ടും പടപൊരുതാൻ എത്തിയത് കണ്ട് ലക്ഷ്മണൻ യുദ്ധസന്നദ്ധനായി മുന്നോട്ട് വന്ന് പർവ്വതത്തിൽ മഴ പൊഴിയുന്നത് പോലെ തടുക്കാൻ കഴിയാത്ത ശരങ്ങൾ കൊണ്ട് കുംഭകർണനെ മൂടി. 100,000 വാനരന്മാരെ കുംഭകർണൻ വായ്ക്കുള്ളിലാക്കി അടയ്ക്കുമ്പോൾ അവർ വായിലെയും മൂക്കിലെയും ദ്വാരങ്ങൾ കൂടി പുറത്തു വരും. വീണ്ടും അവരെ പിടിച്ച് വായ്ക്കുള്ളിലാക്കും. പിന്നീട് കുംഭകർണൻ ലക്ഷ്മണനെ ഉപേക്ഷിച്ചിട്ട് വേഗത്തിൽ ശ്രീരാമനോടടുത്തു. അതുകണ്ട് ശ്രീരാമൻ ബാണങ്ങൾ കൊണ്ട് കുംഭകർണന്റെ വലത് കൈയും ശൂലവും മുറിച്ചു വീഴ്ത്തി. കുംഭകർണൻ നിലത്ത് വീണപ്പോൾ അതിനടിയിൽപ്പെട്ട് കുറച്ചു വാനരന്മാരും മരിച്ചും. ഇടത് കൈയിൽ ഒരു വലിയ മരവുമായി അവൻ വീണ്ടും ശ്രീരാമന്റെ വളരെ അടുത്തെത്തി. ശ്രീരാമൻ ഇന്ദ്രാസ്ത്രമേത് കുംഭകർണന്റെ ഇടത്തെ കൈയും മുറിച്ചു. അത് വീണ് വളരെ രാക്ഷസന്മാർ മരിച്ചു. പിന്നെയും വർദ്ധിച്ച കോപത്തോടെ അലറിയെടുക്കുന്ന രാക്ഷസ നായകന്റെ 2 വലിയ കാലുകളും അർദ്ധചന്ദ്രാകൃതിയിലുള്ള 2 പാദങ്ങളും ശ്രീരാമൻ മുറിച്ചു കളഞ്ഞു. തുടർന്ന് വായും പിളർന്നുകൊണ്ട് കുതിച്ചു വരുന്ന കുംഭകർണന്റെ വായ് അമ്പുകൾ എഴുതി നിറച്ചിട്ട് ഇന്ദ്രാസ്ത്രം കൊണ്ട് അവന്റെ തലയറുത്തു. അത് കണ്ട് ദേവേന്ദ്രൻ സന്തോഷിച്ചു. കുംഭകർണന്റെ ശിരസ് നഗരവാതുക്കലും മുറിഞ്ഞ ദേഹം സമുദ്രത്തിലും ചെന്നു വീണു. അഖില ലോകൈക നായകനായ ശ്രീരാമനെ സിദ്ധന്മാർ, ഗന്ധർവന്മാർ, വിദ്യാധരന്മാർ, ഗുഹ്യകന്മാർ, യക്ഷന്മാർ, ദിവ്യനാഗങ്ങൾ, ആകാശചാരികൾ, അപ്സരസുകൾ, കിന്നരന്മാർ, ചാരണന്മാർ, താപസന്മാർ, ദേവന്മാർ എന്നിവർ പുഷ്പവർഷം ചെയ്ത് ഭക്തിപൂർവം പുകഴ്ത്തി. ഇപ്പോൾ ദേവർഷിയായ നാരദ മഹർഷി ശ്രീരാമനെ സേവിക്കാനായി ഭൂമിയിൽ ഇറങ്ങി. ദശരഥപുത്രനും കരിങ്കൂവളപ്പൂവിന്റെ നിറമുള്ളവനും മനോഹരനും ചാപമാണങ്ങൾ ധരിച്ചവനും പൂർണ്ണചന്ദ്രന് തുല്യമായ മുഖമുള്ളവനും കാരുണ്യാമൃത സമുദ്രവും മോക്ഷദായകനും സദാശിവനും ലോകാഭിരാമനും ആത്മരാമനുമായ ശ്രീരാമനെ വന്ദിച്ചുകൊണ്ട് സസന്തോഷം സ്തുതിച്ചു. കുംഭകർണൻ മരിച്ചു എന്ന വാർത്ത അറിഞ്ഞ് പരിഭ്രാന്തനായ രാവണൻ ബോധം കെട്ട് വീണു. പെട്ടെന്ന് ബോധം തെളിഞ്ഞെഴുന്നേറ്റ് പലതും പറഞ്ഞു കരഞ്ഞു. ത്രിശിരസ്, അതികായൻ, ദേവാന്തകൻ, നരാന്തകൻ, മഹോദരൻ, മഹാപാർഷൻ, മത്തൻ, ഉമ്മത്തൻ എന്നീ ശക്തരായ 8 രാക്ഷസന്മാർ യുദ്ധത്തിന് പോകാൻ തയ്യാറായി രാവണന്റെ മുമ്പിൽ വന്ന് തൊഴുതുകൊണ്ട് പറഞ്ഞു, അവിടുന്ന് എന്തിനാണ് ദുഃഖിക്കുന്നത്? ഞങ്ങൾ പോയി ശത്രുക്കളെ കൊന്നുവരാം. യുദ്ധത്തിന് ഞങ്ങളെ അയച്ചാൽ അങ്ങയ്ക്ക് ശത്രുക്കളെ കൊണ്ട് ഇനി ഉപദ്രവം ഉണ്ടാവുകയില്ല. രാവണൻ പറഞ്ഞു, എങ്കിൽ നിങ്ങൾ പോയി യുദ്ധം ചെയ്ത് നമ്മുടെ സങ്കടം തീർക്കുക. നോക്കത്തക്ക വിധമുള്ള പെരുമ്പടയുണ്ട്, അവരെ കൂടി കൊണ്ടുപോയിക്കോളൂ.
അവർക്ക് വേണ്ടുവോളം ആയുധവും വാഹനവും ആഭരണങ്ങളും രാവണൻ നൽകി. വെള്ളം പോലെ പരന്നു കിടക്കുന്ന പെരുമ്പടയോടുകൂടി 8 മഹാരഥന്മാരും പോരിന് വരുന്നത് കണ്ട വാനരന്മാർ അവരെ നേരിട്ടു. അസംഖ്യം രാക്ഷസന്മാരെ അവർ കൊന്നു. കല്ലും മലയും മരവുമായി പോരിനെടുത്ത വാനരന്മാരിൽ പലരെയും രാക്ഷസന്മാർ ശസ്ത്രാസ്ത്രങ്ങൾ പ്രയോഗിച്ചു വധിച്ചു. ആന, കുതിര, കാലാൾപ്പട, ഭയങ്കരന്മാരായ രാക്ഷസന്മാർ എന്നിവർ മരിച്ചു വീണപ്പോൾ ഒഴുകിയ ചോര പുഴ പോലെ നാലുപാടും പരന്നൊഴുകി. രാക്ഷസന്മാരെല്ലാം മരിച്ചത് കണ്ട് ഭീകരഭാവത്തോടെ കുന്തവുമേന്തി കുതിരപ്പുറത്ത് കയറി കാലനെ പോലെ പോരിനെത്തിയ നരാന്തകനെ അങ്കദൻ മുഷ്ടി ചുരുട്ടി അടിച്ചു തകർത്ത് കാലപുരിക്കയച്ചു. കണ്ട് ദേവാന്തകൻ ഇരുമ്പുലക്കയുമേന്തി അങ്കദനെ നേരിട്ടു. ആനപ്പുറത്ത് കയറി മഹോദരനും തേരിൽ കയറി തൃശിരസും അവിടെ എത്തി. 3 പേരോടും അങ്കദൻ ഒറ്റയ്ക്ക് പൊരുതി. അങ്കദന്റെ യുദ്ധപാടവൻ ദേവന്മാർ പുകഴ്ത്തി. അങ്കദനെ സഹായിക്കാൻ ഹനുമാനും നീലനും ഓടി വന്നു. ഹനുമാൻ ദേവാന്തകനെയും നീലൻ മഹോദരനെയും കൊന്നു. തൃശിരസിന്റെ തല ഹനുമാൻ വെട്ടിവീഴ്ത്തി. പോരിനെത്തിയ മഹാപാർശിനെ മഹാബലവാനായ ഋഷഭൻ വധിച്ചു. കവീന്ദ്രന്മാരോട് എതിർത്ത് മത്തനും ഉന്മത്തനും കൊല്ലപ്പെട്ടു. അപ്പോൾ ലോകൈക വീരനും അസ്ത്രപ്രയോഗ വിദഗ്ധനുമായ അതികായൻ 1000 കുതിരകളെ പൂട്ടിയ തേരിൽ വിവിധതരം ആയുധങ്ങളോടുകൂടി വില്ലും കുലച്ച് ഞാണൊലിയിട്ട് അഹങ്കാരത്തോടെ വന്നെടുത്തപ്പോൾ തടുക്കാനാവാതെ വാനരന്മാർ വാലും പൊക്കി ഓടി. അതിസമർത്ഥനായ അതികായനെ ലക്ഷ്മണൻ ചെറുത്തു. ലക്ഷ്മണൻ അയച്ച ശരങ്ങളെല്ലാം അതികായനിൽ ഏൽക്കാതെ തലതിരിഞ്ഞ് വീണുകൊണ്ടിരുന്നു. എന്തു ചെയ്യണമെന്നറിയാതെ ലക്ഷ്മണൻ ചിന്താകുലനായി നിൽക്കുമ്പോൾ വായു ഭഗവാൻ മനുഷ്യരൂപത്തിൽ എത്തിയിട്ട് പറഞ്ഞു: ലക്ഷ്മണ, പണ്ട് ബ്രഹ്മാവ് നൽകിയ ദിവ്യമായ പടച്ചട്ട അതികായൻ ധരിച്ചിട്ടുള്ളതിനാൽ ആയുധമൊന്നും ഇവൻ ഏൽക്കുകയില്ല. അതിനാൽ ധർമ്മരക്ഷയ്ക്ക് വേണ്ടി ബ്രഹ്മാസ്ത്രമേത് നീ ഇവനെ കൊല്ലൂ. നാളെ നീ ഇന്ദ്രജിത്തിനെ വധിക്കും. പിന്നീട് ശ്രീരാമൻ രാവണനെ കൊന്ന് 3 ലോകത്തെയും രക്ഷിക്കും എന്ന് പറഞ്ഞ് വായുദേവൻ മറഞ്ഞു. ലക്ഷ്മണൻ ജ്യേഷ്ഠന്റെ പാദങ്ങൾ ധ്യാനിച്ചുകൊണ്ട് അതികായന്റെ കഴുത്ത് മുറിച്ചിട്ടു. ഭൂമിയിൽ വീണ അതികായന്റെ തല വാനരന്മാരെടുത്ത് ശ്രീരാമന്റെ മുമ്പിൽ വെച്ച് വണങ്ങി. ശേഷിച്ച രാക്ഷസന്മാർ രാവണന്റെ അടുത്തെത്തി വിവരങ്ങൾ അറിയിച്ചു. ഇത് വിധിയാണെന്ന് പറഞ്ഞ് രാവണൻ വിലപിച്ചു. മക്കളും മരുമക്കളും അനുജന്മാരും ധീരന്മാരായ സേനാനായകന്മാരും മന്ത്രിമാരും എല്ലാം മരിച്ചു. ശംഭോ, ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? പിതാവിന്റെ ഇപ്രകാരമുള്ള വിലാപം കേട്ടെത്തിയ ഇന്ദ്രജിത്ത് നമസ്കാരപൂർവ്വം ഇങ്ങനെ പറഞ്ഞു: ഞാൻ ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ അച്ഛൻ ഒട്ടും ദുഃഖിക്കരുത്. ശത്രുക്കളെ മുഴുവൻ ഞാൻ പോയി കൊന്നിട്ട് വരുന്നുണ്ട്. പലതും ആലോചിച്ച് വിഷമിക്കാതെ അങ്ങ് സുഖമായി ഇവിടെ ഇരിക്കുക. യുദ്ധത്തിൽ വിജയിച്ചു വരാൻ അച്ഛൻ എന്നെ അനുഗ്രഹിക്കണം. രാവണൻ മകനെ മാറോടണച്ച് പുണർന്നുകൊണ്ട് നീ ജയിച്ചു സുഖമായി മടങ്ങി വരിക എന്ന് അനുഗ്രഹിച്ചു. ഇന്ദ്രജിത്ത് അച്ഛനെ വന്ദിച്ചിട്ട് വലിയ സൈന്യവുമായി യാത്രയായി. ശിവപ്രസാദത്തിനുള്ള ചില കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ ഇന്ദ്രജിത്ത് നികുംഭലയിലെത്തി. പൂജയ്ക്ക് വേണ്ടതെല്ലാം തയ്യാറാക്കിയിട്ട് ഇഷ്ടദേവതയെ ധ്യാനിച്ചുകൊണ്ട് ആദരപൂർവ്വം ഹോമം നടത്തി. ചെമന്ന പൂമാല, ചെമ്പട്ട, കുറിക്കൂട്ട് എന്നിവ ധരിച്ച് ഗുരുവിന്റെ ഉപദേശപ്രകാരം ഭക്തിപൂർവ്വം അഗ്നി ജലിപ്പിച്ച് തനിക്ക് ശക്തി വർദ്ധിക്കാനായി ഹോമം തുടങ്ങി. അക്ഷരസ്ഫുടതയോടും സ്വരനിബന്ധനയോടും ഭക്തിയോടും കൂടിയ മന്ത്രോച്ചാരണങ്ങളോടെ കർമ്മങ്ങൾ ചെയ്ത് അഗ്നിദേവനെ പ്രസാദിപ്പിച്ചു. പെട്ടെന്ന് അഗ്നിദേവനിൽ നിന്ന് ശാസ്ത്രാസ്ത്രങ്ങളും വില്ലരഥം മുതലായ അന്തർധാന വിദ്യയും ലഭിച്ചു. തുടർന്ന് ഹോമസമാപ്തി വരുത്തിയതിനു ശേഷം ശ്രീരാമാദികളോട് യുദ്ധം ചെയ്യാൻ ഇന്ദ്രജിത്ത് പടക്കളത്തിലെത്തി. വാനരന്മാർ രാക്ഷസരെ ചെറുത്തു. മേഘനാഥൻ അവരുടെ മേൽ മഴ ചൊരിയുന്നത് പോലെ ശരങ്ങൾ അയച്ചു. പർവ്വതം, വൃക്ഷം മുതലായവ എടുത്തുകൊണ്ട് ഭയങ്കരമായ വാനരന്മാർ രാക്ഷസന്മാരെ കഠിനമായി പ്രഹരിച്ചു. ആനകൾ, കുതിരകൾ, കാലാൾപ്പട, തേര് എന്നിവയടങ്ങിയ ചതുരംഗപ്പട മുഴുവൻ നശിച്ചത് കണ്ട് ദുഃഖത്തോടുകൂടി ഇന്ദ്രജിത്ത് അന്തർധാനം ചെയ്തു. അനന്തരം നിരവധി ബ്രഹ്മാസ്ത്രങ്ങൾ വാനരപ്പടയ്ക്ക് നേരെ ഇടവിടാതെ പ്രയോഗിച്ചു. മരങ്ങൾ വെന്തുമുറിഞ്ഞു വീഴുന്നത് പോലെ ശക്തരായ ആയിരക്കണക്കിന് വാനരന്മാർ തെരുതെരെ ബോധം കെട്ടു വീണു. 67 കോടി വാനര നായകന്മാരും ബ്രഹ്മാസ്ത്രമേറ്റ് നിലത്ത് വീണു. 21 വെള്ളം വാനര സൈന്യവും സുഗ്രീവനും ബ്രഹ്മാസ്ത്രമേറ്റ് വീണപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ലെന്ന് ദുഃഖപൂർവ്വം ദേവന്മാർ പരസ്പരം പറഞ്ഞു. ശക്തനും വ്രതനിഷ്ഠനുമായ ഇന്ദ്രജിത്ത് രാമലക്ഷ്മണന്മാരെ എഴുതു വീഴ്ത്തി. ദുഃഖം കൊണ്ട് തളർന്ന ലോകങ്ങളെല്ലാം നിശ്ചലമായി. രാക്ഷസരാജന്റെ വിജയം ആഘോഷിച്ചുകൊണ്ട് ഇന്ദ്രജിത്ത് ശംഖനാദം മുഴക്കി ലങ്കാപുരിയിലേക്ക് പോയി. ദേവന്മാർ നിരാശരായി വിലപിച്ചു. കൈകസ്യയുടെ മകനും ഉത്തമനായ വിഷ്ണുഭക്തനും ഭക്തരിൽ താല്പര്യമുള്ളവനുമായ വിഭീഷണൻ ഈ ആപത്ത് ഞാൻ നീക്കുന്നുണ്ട് എന്ന് വിചാരിച്ചുകൊണ്ട് പോർക്കളത്തിൽ നിന്ന് മാറി നിൽക്കുകയായിരുന്നു. വീണു കിടക്കുന്നവരിൽ ജീവനുള്ളവരായി ആരെങ്കിലും ഉണ്ടോ എന്നറിയാൻ വിഭീഷണൻ പോർക്കളത്തിൽ തീക്കൊള്ളിയും വീശി നടന്ന് അന്വേഷിച്ചു. ഈ സമയത്ത് വീണു കിടക്കുന്ന വാനരന്മാർ ആരെയെങ്കിലും സഹായത്തിന് കിട്ടുമോ എന്ന് അന്വേഷിച്ച് ഒറ്റയ്ക്ക് നടക്കുന്ന ഹനുമാൻ വിഭീഷണനെ കണ്ടു. പരസ്പരം തിരിച്ചറിഞ്ഞ അവർ ദുഃഖത്തോടെ അന്വേഷണം തുടർന്നു. പിതാവായ ബ്രഹ്മാവിന്റെ അനുഗ്രഹത്താൽ ബോധം തെളിഞ്ഞ് കണ്ണുമിഴിക്കാൻ കഴിയാതിരിക്കുന്ന ജാമ്പവാന്റെ അടുത്തെത്തി വിഭീഷണൻ ചോദിച്ചു: വാനരശ്രേഷ്ഠ, അങ്ങേക്ക് ജീവനുണ്ടോ? എങ്കിൽ നന്നായി. എന്നെ മനസ്സിലായോ? ജാമ്പവാൻ പറഞ്ഞു: രക്തമൊഴുകുന്നതിനാൽ കണ്ണു തുറക്കാൻ എനിക്ക് കഴിയുന്നില്ല. ശബ്ദം കേട്ടിട്ട് രാക്ഷസ രാജാവായ വിഭീഷണനാണെന്ന് തോന്നുന്നു. സത്യം പറയൂ. വിഭീഷണൻ പറഞ്ഞു: സത്യം തന്നെ, ഞാൻ വിഭീഷണനാണ്.
അത് കേട്ട് ജാമ്പവാൻ വീണ്ടും പറഞ്ഞു, ഭവാന് നല്ല ബോധമുണ്ടല്ലോ. ഇന്ദ്രജിത്തിന്റെ ശരമേറ്റ് വീണ വാനരന്മാരുടെ കൂട്ടത്തിൽ ഹനുമാൻ ജീവനോടെ ഇരിപ്പുണ്ടോ എന്ന് എല്ലായിടത്തും അന്വേഷിക്കണം. പെട്ടെന്ന് വിഭീഷണൻ ചോദിച്ചു, രാമലക്ഷ്മണന്മാർ, സുഗ്രീവ അംഗാദികൾ എന്നിവരുള്ളപ്പോൾ ഹനുമാനെ പ്രത്യേകം ചോദിച്ചത് എന്തിനാണ്? മാരുതിയെക്കുറിച്ച് ഇത്ര സന്തോഷത്തോടെ അന്വേഷിച്ചത് എന്തിനാണ്? അതിന് ജാമ്പവാന്റെ ഉത്തരം ഇങ്ങനെയായിരുന്നു, എന്നാൽ കേട്ടുകൊള്ളുക, ഹനുമാൻ ഉണ്ടെങ്കിൽ ആർക്കും ദുഃഖമുണ്ടാവുകയില്ല. വായുപുത്രൻ മരിച്ചെങ്കിൽ മറ്റുള്ളവരെല്ലാം മരിച്ചതിന് തുല്യമാണ്. ജാമ്പവാന്റെ വാക്കുകൾ കേട്ട ബഹുമാനാദരങ്ങളോടെ ഞാൻ ഇവിടെയുണ്ട്, മരിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് ഹനുമാൻ സന്തോഷത്തോടെ ജാമ്പവാനെ താണു വണങ്ങി. ജാമ്പവാൻ ഗാഠമായിട്ട് ഹനുമാനെ ആലിംഗനം ചെയ്ത് ശിരസിൽ മുകർന്നുകൊണ്ട് പറഞ്ഞു, ഇന്ദ്രജിത്തിന്റെ ശരങ്ങളേറ്റു മരിച്ച വാനരന്മാരെയും രാമലക്ഷ്മണന്മാരെയും ജീവിപ്പിക്കാൻ നിന്നെപ്പോലെ കഴിവ് മറ്റാർക്കുമില്ല. നീ ഹിമാലയം കടന്ന് കൈലാസപർവ്വതം വരെ പോകണം. കൈലാസത്തിലുള്ള ഋഷഭാദ്രിയിൽ ദിവ്യ ഔഷധങ്ങളുണ്ട്. അവയിൽ 4 പേര് വിശല്യകരണി, സന്താനകരണി, സുവർണകരണി, മൃതസഞ്ജീവനി എന്നിങ്ങനെയാണ്. ഉയർന്നു നിൽക്കുന്ന 2 കൊടിമുടികൾക്കിടയിലാണ് ഈ 4 മരുന്നുകൾ നിൽക്കുന്നതും. വേദസ്വരൂപങ്ങളായ ഈ ഔഷധങ്ങൾക്ക് 4നും സൂര്യനോളം പ്രകാശമുണ്ട്. സമുദ്രവും വനങ്ങളും പർവ്വതങ്ങളും നദികളും രാജ്യങ്ങളും കടന്ന് മരുന്നുമായി വേഗം ഞങ്ങളുടെ സമീപത്തെത്തുക. ഇപ്രകാരം ജാമ്പവാന്റെ വാക്കുകൾ കേട്ട് ഹനുമാൻ ഭക്തിയോടെ തൊഴുത് യാത്ര പറഞ്ഞിട്ട് മഹേന്ദ്ര പർവ്വതത്തിന്റെ മുകളിൽ കയറി. അവിടെ നിന്നുകൊണ്ട് മഹാമേരുവോളം വളർന്ന അനന്തരം സമുദ്രവും കുലപർവ്വതവും രാക്ഷസരും വിറയ്ക്കത്തക്കവണ്ണം നിർഭയനായി കരുത്തോടെ അലറി. അനന്തരം വായുവേഗത്തിൽ ആകാശത്തിലേക്ക് കുതിച്ചുയർന്നിട്ട് ഹിമാലയ പർവ്വതം, ബ്രഹ്മാണ്ഡമണ്ഡലം, കൈലാസപർവ്വതം, ധരാനദി, അളകാപുരി, മേരുപർവ്വതം എന്നിവ കടന്ന് ഹനുമാൻ ഋഷഭാദ്രിയിലെത്തി. ആ പർവ്വതം കണ്ട് ഹനുമാൻ അത്ഭുതപ്പെട്ടു. ഔഷധാഹരണത്തിനായി ഹനുമാൻ വായുവേഗത്തിൽ പോയ വിവരം ചാരന്മാർ രാവണനെ രഹസ്യമായി അറിയിച്ചു. രാവണൻ അല്പനേരം ആലോചിച്ചിരുന്നതിനു ശേഷം അന്തർഗൃഹത്തിൽ നിന്നും അകമ്പടിയൊന്നും കൂടാതെ ഒറ്റയ്ക്ക് കാലനേമിയുടെ താമസസ്ഥലത്തെത്തി. പരിവാരങ്ങളൊന്നുമില്ലാതെ വന്നു ചേർന്ന രാവണനെ കണ്ട് കാലനേമി അത്ഭുതപ്പെട്ടു. അർഘ്യപാദാദികളോടുകൂടി സ്വീകരിച്ചിരുത്തിയിട്ട് സന്തോഷത്തോടും ഭയത്തോടും കൂടി കാലനേമി രാവണനോട് ചോദിച്ചു, പരിവാരങ്ങളൊന്നുമില്ലാതെ സൂര്യോദയത്തിനു മുമ്പ് ഇങ്ങോട്ട് എഴുന്നള്ളാൻ കാരണം എന്താണ്? ദുഃഖാർത്ഥനായ രാവണൻ കാലനേമിയോട് പറഞ്ഞു, കാലക്കേടിനെ കുറിച്ച് എന്തു പറയാൻ? എല്ലാം നിന്നെ അറിയിക്കാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ബലവാനായ ലക്ഷ്മണൻ എന്റെ ശക്തിയേറ്റ് നിലത്ത് വീണു. അനന്തരം എന്റെ മകൻ ഇന്ദ്രജിത്ത് ബ്രഹ്മാസ്ത്രമേത് രാമലക്ഷ്മണന്മാരെയും വാനരന്മാരെയും പോർക്കളത്തിൽ കൊന്നു വീഴ്ത്തി. ജയഭേരി മുഴക്കി ഇന്ദ്രജിത്ത് മടങ്ങി. അവരെ ജീവിപ്പിക്കാനുള്ള ഔഷധം തേടി ഹനുമാൻ പോയിരിക്കുന്നു. നീ പോയി അവന് തടസ്സമുണ്ടാക്കണം. അതിനുള്ള വഴിയും പറഞ്ഞു തരാം. അവന്റെ വഴിമധ്യത്തിൽ എവിടെയെങ്കിലും നീ താപസവേഷം ധരിച്ചു നിന്ന് പാപനാശനത്തിനുള്ള സതുപദേശം എന്ന വ്യാജേന പലതും പറഞ്ഞ് അവനെ വശത്താക്കി ഔഷധാഹരണത്തിന് എങ്ങനെയെങ്കിലും കാലതാമസം ഉണ്ടാക്കണം. രാവണന്റെ അതിനീചമായ വാക്കുകൾ കേട്ട് കാലനേമി പറഞ്ഞു, സാമവേദജ്ഞനും സർവജ്ഞനുമായ ലങ്കേശ്വര, നീ എന്റെ സൗമ്യമായ വാക്കുകൾ കേൾക്കുക. നിനക്ക് വേണ്ടി മരിക്കാൻ പോലും എനിക്ക് മടിയില്ല. മാരീച്ചനെ പോലെ മരിക്കാൻ എനിക്ക് ഭയമില്ല. മക്കളും മരുമക്കളും മക്കളും മക്കളും അനുജന്മാരും എല്ലാവരും മരിച്ചിട്ട് നീ മാത്രം ജീവിച്ചിരുന്നിട്ട് ദുഃഖമല്ലാതെ നിനക്ക് എന്താണ് പ്രയോജനം? രാജ്യം കൊണ്ട് നിനക്ക് എന്താണ് ഫലം? സീതയെ ലഭിച്ചാലും നിന്റെ ദുഃഖം തീരുകയില്ല. ജഡാത്മകമാണ് ശരീരം, അത് ശേഷിച്ചത് കൊണ്ട് സുഖം ലഭിക്കില്ല. ഇതെല്ലാം നല്ലവണ്ണമാണെന്ന് ആലോചിച്ച് നീ സീതയെ രാമന് കൊണ്ടുകൊടുക്കുക. രാജ്യം വിഭീഷണനെയും ഏൽപ്പിക്കുക. കാട്ടിൽ പോയി മുനിവേഷം ധരിച്ച് മനഃശുദ്ധിയോടെ നിത്യവും രാവിലെ എഴുന്നേറ്റ് ശുദ്ധജലത്തിൽ കുളിച്ച് സൂര്യോദയം കണ്ട് സന്ധ്യാ നമസ്കാരം ചെയ്തതിനു ശേഷം വിജന പ്രദേശത്ത് സന്തോഷത്തോടെ സുഖാസനത്തിലിരുന്ന് എല്ലാ തരത്തിലുള്ള ലൗകിക സുഖങ്ങൾ ഉപേക്ഷിച്ച് ലൗകിക സുഖങ്ങളിൽ നിന്ന് ഇന്ദ്രിയങ്ങളെ പിൻവലിച്ച് തന്നിൽ തന്നെ പരമാത്മ ചൈതന്യം ദർശിക്കാൻ ശ്രമിക്കുക. കാലനേമി പറഞ്ഞ അമൃതതുല്യമായ വാക്കുകൾ കേട്ട് കോപം കൊണ്ട് ചെമന്ന കണ്ണുകളോടെ രാവണൻ വാളുമായി അവന്റെ കഴുത്തു വെട്ടാൻ തയ്യാറായിക്കൊണ്ട് പറഞ്ഞു, നിന്നെ വെട്ടിക്കൊന്നിട്ട് ഇനി വേറെ കാര്യം. പിന്നെ എന്തു ചെയ്യണമെന്ന് ഞാൻ ആലോചിച്ചു കൊള്ളാം. അപ്പോൾ കാലനേമി എന്ന രാക്ഷസൻ ഇതിന്റെ എല്ലാം മൂലകാരണം ആലോചിച്ചിട്ട് പറഞ്ഞു, ദുഷ്ടബുദ്ധിയായ രാക്ഷസ രാജാവേ, നിന്റെ ഈ ക്രൂര സ്വഭാവം കൊണ്ട് എന്താണ് ഫലം? നിന്റെ ആജ്ഞ ഞാൻ അനുഷ്ഠിച്ചു കൊള്ളാം. അതുകൊണ്ട് എനിക്ക് സദ്ഗതി ഉണ്ടാകും. സത്യസ്വരൂപനായ ഈശ്വരനെ വഞ്ചിക്കാനാണ് നീ എന്നെ തയ്യാറാക്കി വിടുന്നത്. അനന്തരം കാലനേമി ഹിമവൽ താഴ്വരയുടെ ഏറ്റവും അടുത്തെത്തി മുനിവേഷം ധരിച്ച മായാനിർമ്മിതമായ ഒരു ആശ്രമം സൃഷ്ടിച്ചു. അവിടെ ധാരാളം മുനികളും ശിഷ്യന്മാരും ഭൃത്യന്മാരുമുള്ള ആശ്രമം കണ്ട് ഹനുമാൻ അത്ഭുതപ്പെട്ടിട്ട് അല്പം ആലോചിച്ചു. ഇവിടെ ഇങ്ങനെ ഒരു ആശ്രമം എങ്ങനെയുണ്ടായി? മുമ്പ് ഞാനിത് കണ്ടിട്ടില്ലല്ലോ. എനിക്ക് വഴി തെറ്റിയതാണോ? അത് എന്റെ മനോവിഭ്രാന്തി മൂലം തോന്നുന്നതാണോ? എന്തായാലും ഒരു ആശ്രമമാണല്ലോ. ഇവിടെ കയറി മഹർഷിയെ കണ്ട് വെള്ളവും കുടിച്ച് ദാഹശമനം നടത്തിയിട്ട് ഉന്നതമായ ദ്രോണാചലത്തിലെത്തി ശ്രീരാമന്റെ അനുഗ്രഹത്താൽ ഔഷധം കണ്ടെത്താം. ഇപ്രകാരം ചിന്തിച്ചുകൊണ്ട് ഹനുമാൻ ഒരു യോജന വിസ്താരമുള്ള മായാനിർമ്മിതമായ ആശ്രമത്തിലേക്ക് നടന്നു. വാഴ, പ്ലാവ്, ഈന്തപ്പന, തെങ്ങ്, മാവ് തുടങ്ങിയ വൃക്ഷങ്ങൾ നിറഞ്ഞ ആ പ്രദേശത്ത് നിർമ്മല ജലമുള്ള ഒരു കുളവും ഉണ്ടായിരുന്നു.
കാലനേമി എന്ന രാക്ഷസൻ ഹോമശാല, ഋത്വിക്കുകൾ, സദസ്യർ എന്നിവരോടൊപ്പം ഇരുന്ന് ഇന്ദ്രയാഗം അനുഷ്ഠിച്ച് ശിവപ്രസാദത്തിനു വേണ്ടി ശിവപൂജ നടത്തുകയായിരുന്നു. താപസവേഷധാരിയായ ആ രാക്ഷസ ശ്രേഷ്ഠനെ വീണു വണങ്ങിയിട്ട് വായുപുത്രനായ ഹനുമാൻ ഇങ്ങനെ പറഞ്ഞു: ഞാൻ രാമദൂതനാണ്. ഹനുമാൻ എന്നാണ് പേര്. വായുവിന്റെയും അഞ്ജനയുടെയും മകനാണ്. രാമകാര്യത്തിനായി ഞാൻ പാലാഴിയിലേക്ക് പോവുകയാണ്. ദാഹം സഹിക്കാത്തത് കൊണ്ട് വെള്ളം കുടിച്ച് ശരീരക്ഷീണം തീർക്കാമെന്ന് കരുതി ഇവിടെ കയറി. കുടിവെള്ളം എവിടെ കിട്ടുമെന്ന് ദയവായി അറിയിക്കണം. എനിക്കൊട്ടും താമസിക്കാൻ നിവൃത്തിയില്ല. ഹനുമാന്റെ വാക്കുകൾ കേട്ട് കാരുണ്യം നടിച്ചുകൊണ്ട് കാലനേമി പറഞ്ഞു: എന്റെ കമണ്ടലുവിലുള്ള വെള്ളം ദാഹം തീരുവോളം കുടിച്ച് പഴങ്ങളും കഴിച്ചുകൊണ്ട് അല്പസമയം ഉറങ്ങുക. ഒന്നും വിചാരിച്ച് പരിഭ്രമിക്കേണ്ട. ഭൂതവും വർത്തമാനവും ഭാവിയുമെല്ലാം ഞാൻ ദിവ്യദൃഷ്ടി കൊണ്ട് വ്യക്തമായി കണ്ടു മനസ്സിലാക്കിയിരിക്കുന്നു. അത് ഞാൻ പറയാം. ശ്രീരാമചന്ദ്രന്റെ നിരീക്ഷണം കൊണ്ട് തന്നെ ലക്ഷ്മണനും വാനരന്മാരും ബോധം വീണ്ടെടുത്ത് അവരെല്ലാം ഇപ്പോൾ പോരിന് അണിനിരന്നിരിക്കുകയാണ്. ഇത് കേട്ടിട്ട് ഹനുമാൻ പറഞ്ഞു: അങ്ങ് വളരെ കരുണയുള്ളവനാണ്. എനിക്ക് വലിയ ദാഹമുണ്ട്. ഈ കമണ്ടലുവിലുള്ള വെള്ളം ദാഹം തീർക്കാൻ മതിയാവുകയില്ല. തുടർന്ന് കാലനേമി മായ കൊണ്ട് സൃഷ്ടിച്ച ഒരു ബ്രഹ്മചാരിയോട് ഹനുമാന് ജലാശയം കാണിച്ചു കൊടുക്കാൻ നിർദ്ദേശിച്ചു. കണ്ണടച്ചുകൊണ്ട് വെള്ളം കുടിച്ചിട്ട് വേഗം എന്റെ അടുത്തെത്തുക. ഔഷധം കണ്ടെത്താനുള്ള മന്ത്രം ഞാൻ ഉപദേശിച്ചു തരാം. ബ്രഹ്മചാരിയോടൊപ്പം ജലാശയത്തിന്റെ തീരത്ത് ചെന്ന് കണ്ണുമടച്ചുകൊണ്ട് വെള്ളം കോരി കുടിക്കാൻ തുടങ്ങി. അപ്പോൾ ഭയങ്കരിയായ ഒരു മകരി മത്സ്യം ഹനുമാനെ വിഴുങ്ങാൻ ഒരുങ്ങി. ഹനുമാൻ പെട്ടെന്ന് കണ്ണു തുറന്നു. വായും പിളർന്നു വരുന്ന മകരിയെ കൈക്കൊണ്ട് വലിച്ചു കീറി. അപ്പോൾ അതിന്റെ ശരീരം ഉപേക്ഷിച്ചിട്ട് മിന്നൽ പോലെ മേൽപോട്ട് പൊങ്ങി. ആകാശത്ത് പ്രത്യക്ഷപ്പെട്ട വിമാനത്തിൽ ഒരു ദിവ്യമായ സ്ത്രീരത്നത്തെ കണ്ടു. മനോഹരിയായ അവൾ ഹനുമാനോട് പറഞ്ഞു: വാനരശ്രേഷ്ഠ, നിന്റെ കാരുണ്യം കൊണ്ട് എനിക്ക് ശാപമോക്ഷം ലഭിച്ചു. മുമ്പ് ഞാനൊരു അപ്സര സ്ത്രീ ആയിരുന്നു. ഒരു മഹർഷിയുടെ ശാപം കൊണ്ട് ഞാൻ രാക്ഷസ സ്ത്രീ ആയതാണ്. മഹാത്മാവേ, എന്റെ പേര് ധന്യമാലി എന്നാണ്. മാന്യനായി നീ ഒരു കാര്യം മനസ്സിലാക്കണം. നീ ആശ്രമത്തിൽ കണ്ടത് പരമദുഷ്ടനായ കാലനേമി എന്ന രാക്ഷസനെയാണ്. നിന്റെ വഴി മുടക്കുവാൻ രാവണന്റെ പ്രേരണയനുസരിച്ച് അവൻ താപസവേഷം ധരിച്ചു വന്നിരിക്കുകയാണ്. താപസന്മാർ, ദേവന്മാർ, ബ്രാഹ്മണർ മുതലായവരെ ഹിംസിക്കുന്ന ഈ ദുഷ്ടനെ വേഗം കൊന്നുകളയൂ. പിന്നീട് ദ്രോണാചലത്തിലെത്തി ദിവ്യൌഷധങ്ങൾ ശേഖരിച്ചു കൊണ്ടുപോയി രാക്ഷസ വംശം മുഴുവൻ ഒടുക്കുക. ഞാൻ ഇനി ബ്രഹ്മലോകത്തേക്ക് പോകുന്നു. വാനരവീര, അങ്ങേക്ക് മംഗളം ഭവിക്കട്ടെ. ഇങ്ങനെ പറഞ്ഞ് അവൾ മറഞ്ഞു. ഹനുമാൻ മായാവിയായ കാലനേമിയുടെ അടുത്തെത്തി. കാലനേമി ഇങ്ങനെ പറഞ്ഞു: നീ വരാൻ വൈകിയതെന്താണ്? ഇനി സമയം കളയാതെ വരൂ. മൂലമന്ത്രം ഉപദേശിച്ചു തരാം. ദക്ഷിണ തന്ന് അഭിവാദ്യം അർപ്പിക്കൂ. നീ തീർച്ചയായും സമർത്ഥനായി തീരും. ഇത് കേട്ട ഹനുമാൻ കൈ ചുരുട്ടി കാലനേമിയുടെ ശിരസിൽ ശക്തിയായി അടിച്ചു. അതോടെ അവൻ കാലപുരിയിലെത്തി. ഹനുമാൻ പാലാഴിയും ദ്രോണപർവ്വതവും കണ്ടു വണങ്ങി. ഔഷധങ്ങളുണ്ടെന്ന് പറഞ്ഞിരുന്ന ഋഷഭാദ്രിയിൽ ഔഷധങ്ങളൊന്നും കണ്ടില്ല. അതിനാൽ കുപിതനായ ഹനുമാൻ പർവ്വതം കുത്തിയെടുത്ത് ചന്ദ്രബിംബം എന്ന പോലെ ശ്രീരാമന്റെ മുമ്പിൽ കൊണ്ടുവച്ച് സൈന്യത്തിനുണ്ടായ ദുഃഖം തീർത്തു. അത് കണ്ട് ശ്രീരാമൻ സന്തുഷ്ടനായി. പരമശിവനും അത് ആനന്ദകരമായി. ദിവ്യ ഔഷധത്തിന്റെ കാറ്റേറ്റ മാത്രയിൽ സൈനികരെല്ലാം ഉണർന്നെഴുന്നേറ്റു. അപ്പോൾ ശ്രീരാമൻ ഹനുമാനോട് പറഞ്ഞു: ഈ കുന്നെടുത്ത് മുമ്പിരുന്നെടുത്ത് അതുപോലെ കൊണ്ടുവന്ന് വെക്കണം. അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് രാക്ഷസപ്പടയെ കൊല്ലാൻ കഴിയും? ഇത് കേട്ട് ഹനുമാൻ ആ കുന്നെടുത്തുകൊണ്ട് ഉയർന്നുപോയി യഥാസ്ഥാനത്ത് വെച്ചിട്ട് അരനിമിഷം കൊണ്ട് മടങ്ങിയെത്തി. മരിച്ച രാക്ഷസന്മാരുടെ ജനങ്ങൾ രാവണന്റെ നിർദ്ദേശപ്രകാരം കടലിൽ എറിഞ്ഞിരുന്നതിനാൽ അവരാരും ഔഷധക്കാറ്റേറ്റ് ജീവിച്ചെഴുന്നേറ്റില്ല. രാമായണ മാസം 28-ാം ദിവസത്തെ രാമകഥ ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.